അപ്പോൾ എല്ലാ മച്ചന്മാർക്കും നമ്മളുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ നൂബ് ടു പ്രോ ജേണിയുടെ പാർട്ട് 4 വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ അക്കൗണ്ട് ചേഞ്ച് ആക്കാൻ പോവുകയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 3 ഈ ഫുട്ബോൾ അക്കൗണ്ട്സാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു 3 ഈ ഫുട്ബോൾ അക്കൗണ്ട്സ് ഞാൻ സെല്ല് ചെയ്തിട്ട് ആ സെല്ല് ചെയ്ത് കിട്ടുന്ന പൈസ വെച്ച് ഒരു സിംഗിൾ അക്കൗണ്ട് വാങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഈ ഒരു 3 അക്കൗണ്ട് സെല്ല് ചെയ്തിട്ട് മിനിമം ഒരു 500 റുപ്യെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല ഈ ഫുട്ബോൾ അക്കൗണ്ട് വാങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. I'm a king, but I fought for my saint. They call me a bad man, that's a fucking good thing. Mama said swing back when another man swings, so I make my mama proud and they make their heads ring. Father forgive me, I can forgive them. You know my history, know what I did then, and what I do now, a whole lot worse. Heavy is the head, it's a blessing. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കയ്യിലുള്ള ആ ഒരു 3 അക്കൗണ്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ അക്കൗണ്ട് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നൂബ് ടു പ്രോ ജേണി എന്നും പറഞ്ഞ് തുടങ്ങിയ ഈ ഒരു അക്കൗണ്ടാണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ പെയ്ഡ് കാർഡ് എന്ന് പറയാൻ മാത്രമുള്ളത് നമ്മൾ ആ സ്കോൾസാണ്. 105 സ്കോൾസ് നമുക്ക് അതിന് നമ്മൾ ഫ്രീ സ്പിന്നിൽ നമ്മൾ എടുത്ത ആ ഒരു സ്കോൾസിൻ്റെ കാർഡാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് എന്തായാലും നമ്മൾ സെല്ലാക്കാൻ ഇട്ടാൽ തന്നെ ഒരു 50 റുപ്യ അല്ലെങ്കിൽ 100 റുപ്യൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനൊരു ഉദ്ദേശിക്കുന്ന ഒരു 100 റുപ്യാണ് ഈ ഒരു അക്കൗണ്ടിന് വിലയിടുന്നത്. അപ്പോൾ 100 റുപ്യക്കൊക്കെ ആൾക്കാർ വാങ്ങുമെന്ന് ചോദിച്ചാൽ ചാൻസ് നല്ലോണം കുറവാണ്. പക്ഷേ നമുക്ക് കുറേ സെല്ലിങ് ഗ്രൂപ്പ്സിൽ ഈ ഒരു അക്കൗണ്ട് ഇടാം, എന്നിട്ട് ആരെയും വാങ്ങുവാണെങ്കിൽ നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അടുത്ത അക്കൗണ്ട് ഏതാണെന്ന് നോക്കുവാണെങ്കിൽ ഇപ്പോൾ സ്ക്രീനിലായിട്ട് കാണുന്ന ഈ ഒരു അക്കൗണ്ടാണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് കളിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടും കൂടിയാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എന്ന് പറയാൻ ഈ ഒരു റാഫിനേൻ്റെ കാർഡും അതുപോലെ തന്നെ 107 സ്മൈക്കിളിൻ്റെ കാർഡുമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ജിക്കും കൂടി ഉണ്ട്, ഒരു 103 ഷോർട്ട് ടൈം ജിക്കും കൂടി നമുക്കിതിൽ ഉണ്ട്. പിന്നെ അത്യാവശ്യം ചെറിയ കളക്ഷനും ഉണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഞാൻ 250 റുപ്യാണ് വില ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു അക്കൗണ്ട് പിന്നെ ആദ്യം കാണിച്ച ആ ഒരു അക്കൗണ്ട് സെല്ലാക്കുമ്പോൾ 250 പ്ലസ് 100 ഒരു 350 റുപ്യ സെറ്റാക്കി എടുക്കാൻ പറ്റും ആരെയും വാങ്ങിയാൽ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത അക്കൗണ്ട് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ സ്ക്രീനിലായിട്ട് കാണുന്ന ഈ ഒരു അക്കൗണ്ടാണ് നമ്മുടെ 3ാമത്തെ അക്കൗണ്ട്. അപ്പോൾ ഇതിൽ എന്ന് പറയുമ്പോൾ 2 പെയ്ഡ് കാർഡ്സാണ് ഉള്ളത്. അതിൽ ഒന്ന് ബ്ലിറ്റ്സാണ്, അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം റേറ്റ് കൂടാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് ആൾക്കാർ വാങ്ങിക്കാനും. അതുപോലെ തന്നെ മറ്റേ പ്ലെയറിൻ്റെ സ്കിൽസ് നോക്കുകയാണെങ്കിൽ ഫിനോമിനൽ ഫിനിഷിങ് പ്ലസ് ആക്സലറേഷൻ ബേസ്റ്റ് എന്ന് പറയുന്ന സ്കില്ലും കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു അക്കൗണ്ടിന് ഞാൻ വിലയിടുന്നത് 150 റുപ്യാണ് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ആ 3 അക്കൗണ്ട്സും ഡീലറിന് സെല്ലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് സെല്ലായി കിട്ടുമോ ഇല്ലയോ നോക്കാം. എന്നിട്ട് കിട്ടിയാൽ നമുക്ക് എന്തായാലും പുതിയൊരു അക്കൗണ്ട് വാങ്ങാം. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഒരു 24 അവർ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞു, പക്ഷേ നമ്മൾ 3 അക്കൗണ്ട് സെല്ലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരു നൂബ് ടു പ്രോ ജേണി എന്ന് പറഞ്ഞ് തുടങ്ങിയ ആ ഒരു അക്കൗണ്ട് ഞാൻ ഒരുത്തനായിട്ട് എക്സ്ചേഞ്ച് ആക്കിയിട്ടുണ്ട്. എന്തായാലും അതിനേക്കാൾ നല്ലൊരു അക്കൗണ്ടാണ് എന്നാണ് തോന്നുന്നത്. ഓക്കെ, നിങ്ങളെന്തായാലും കണ്ടിട്ട് പറയാം. അപ്പോൾ അക്കൗണ്ട് എന്തായാലും നമുക്ക് നോക്കി നോക്കാം. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ അക്കൗണ്ട് എക്സ്ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എക്സ്ചേഞ്ച് ആക്കി ആ ഒരു അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഇതാണ്. അപ്പോൾ സ്കോഡ് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, ഏകദേശം എല്ലാ ബൂസ്റ്റർ കാർഡ്സ് നമുക്ക് ഇതിലുണ്ട്. റൈറ്റ് ബാക്ക് ഒഴികെ ബാക്കിയെല്ലാം ബൂസ്റ്റർ കാർഡ്സാണ്. അപ്പോൾ അധികം ഫ്രീ പ്ലേയേഴ്സാണ്, പക്ഷേ നമുക്ക് അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്കോഡാണ് ഇതിലുള്ളത്. പിന്നെ അത്യാവശ്യം ചെറിയ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മറ്റേ അക്കൗണ്ടിനേക്കാളും നല്ലത് ഈ ഒരു അക്കൗണ്ടാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഫ്രണ്ടുമായിട്ടാണ് അക്കൗണ്ട് എക്സ്ചേഞ്ച് ആക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പെയ്ഡ് കാർഡ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഗ്യോക്കേഴ്സിൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ നമുക്ക് മാനേജറായിട്ട് ഈ ഒരു ഫാബിയോ കപ്പലോൻ്റെ കാർഡും ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നൂബ് ടു പ്രോ ജേണി ഈ ഒരു അക്കൗണ്ടിലായിരിക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലിനി റാങ്ക് പുഷും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഡിവിഷൻ പുഷ് ചെയ്യുന്ന വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെ നൂബ് ടു പ്രോ ജേണിയുടെ പാർട്ട് 4 ഇവിടെ എൻഡ് ആവുകയാണ്.